ഹായ് ഫ്രണ്ട്സ്, ഈസി മാത്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. PSC 10th പ്രിലിമിനറി എക്സാമിന് തയ്യാറെടുക്കുന്നവർക്ക് വേണ്ടിയാണ് ഇന്നത്തെ ക്ലാസ്. ഡിസംബർ 28 മുതൽ പ്രിലിംസ് എക്സാം സ്റ്റാർട്ട് ചെയ്യാണ് അല്ലെ. അപ്പൊ ഇനി വെറും 25 ദിവസം മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാനായിട്ട്. പഠിക്കുമ്പോൾ പലരും ലാസ്റ്റിലേക്ക് മാറ്റി വെക്കുന്ന ഒരു സബ്ജക്റ്റ് ആണ് മാത്സ്. പക്ഷേ ഈ മാത്സിൽ നിന്ന് തന്നെ 20 മാർക്കിനാണ് നമുക്ക് ചോദ്യം വരുന്നത്. അതുകൊണ്ട് തന്നെ മറ്റു വിഷയങ്ങൾ പഠിക്കുന്നതോടൊപ്പം തന്നെ ഈ 25 ദിവസം കൊണ്ട് മാത്സ് കൂടി ഒന്ന് കവർ ചെയ്യാൻ ശ്രമിക്കുക. സിലബസ് എല്ലാവർക്കും അറിയായിരിക്കും അല്ലെ. 20 മാർക്കിനാണ് നമുക്ക് ക്വസ്റ്റ്യൻസ് വരുന്നത്. അതിൽ മാത്സിൽ നിന്ന് 10 മാർക്കിനും അതുപോലെ മെന്റൽ എബിലിറ്റി അതായത് റീസണിങ്ങിൽ നിന്ന് 10 മാർക്കിനാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്. അങ്ങനെ ടോട്ടൽ 20 മാർക്കിനാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. രണ്ടിലും 8 ടോപ്പിക്കുകളാണുള്ളത്. അപ്പൊ മൊത്തം നമുക്ക് 16 ടോപ്പിക്കാണ് പഠിക്കാനുള്ളത്. അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. മാത്സിലെ ഫസ്റ്റ് ടോപ്പിക്കിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. സംഖ്യകളും അടിസ്ഥാന ക്രിയകളും, അതാണ് നമ്മുടെ ആദ്യത്തെ ടോപ്പിക് അല്ലെ. അപ്പൊ എന്താണ് ഈ സംഖ്യകൾ അല്ലെങ്കിൽ നമ്പേഴ്സ് എന്ന് പറയുന്നത്? അപ്പൊ നമ്മൾ പറയും 1, 2, 3, 4, 5 എന്നിങ്ങനെ എണ്ണാൻ ഉപയോഗിക്കുന്നവയാണ് സംഖ്യകൾ അല്ലെ. നമ്മളൊരു സാധനത്തിന് കൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതിനെയാണ് നമ്മൾ സംഖ്യകളായിട്ട് പറയുന്നത്. ഈ എണ്ണൽ സംഖ്യകൾ മാത്രമേ ഉള്ളൂ നമുക്ക്? എണ്ണൽ സംഖ്യകളിൽ തന്നെ പലതരം സംഖ്യകളുണ്ട്. ഒറ്റ സംഖ്യകൾ, ഇരട്ട സംഖ്യകൾ, അങ്ങനെ തുടങ്ങി ചെറിയ ക്ലാസ്സുകളിൽ നിന്ന് തന്നെ പഠിക്കുന്ന പല ടൈപ്പ് സംഖ്യകളുണ്ട് അല്ലെ. ആ സംഖ്യകളൊക്കെ എന്താണെന്ന് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടാം. അപ്പൊ ഏതൊക്കെയാണ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് നമ്പേഴ്സ് അഥവാ സംഖ്യകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പൊ നമുക്ക് ആദ്യമായിട്ട് വരുന്നത് നാച്ചുറൽ നമ്പേഴ്സ് അഥവാ എണ്ണൽ സംഖ്യകൾ. എണ്ണൽ സംഖ്യകൾ നമുക്ക് എല്ലാവർക്കും അറിയാം, കോമൺ ആയിട്ട് നമ്മൾ എണ്ണാൻ യൂസ് ചെയ്യുന്നത്, കൗണ്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്ന നമ്പേഴ്സ് തന്നെയാണ്. ഇതിനെ നമ്മൾ നാച്ചുറൽ നമ്പേഴ്സിനെ നമ്മൾ n എന്നാണ് ഡിനോട്ട് ചെയ്യാം. അപ്പൊ n എന്ന് പറയുന്ന സംഖ്യകൾ ഏതൊക്കെയാണ്? 1, 2, 3, 4 എന്ന് തുടങ്ങി ഇൻഫിനിറ്റി വരെ എണ്ണിയാൽ അവസാനിക്കാത്ത അത്രയും സംഖ്യകളുണ്ട് നമുക്ക് അല്ലെ. ഇതിനെയാണ് നമ്മൾ എണ്ണൽ സംഖ്യകൾ, സാധാരണ നമ്മൾ കൗണ്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന സംഖ്യകൾ തന്നെ, 1 മുതൽ ഇൻഫിനിറ്റി വരെ അല്ലെങ്കിൽ 1 to n എന്നെഴുതാം. ഇതിനെ നമ്മൾ എണ്ണൽ സംഖ്യകൾ എന്നും നിസർഗ സംഖ്യകൾ എന്നും പറയും. തുടർച്ചയായ n എണ്ണൽ സംഖ്യകളുടെ തുക എന്ന് പറയുന്നത് n × n+1/2 ആണ്. അടുത്തൊരു ടൈപ്പ് ഓഫ് നമ്പർ എന്ന് പറയുന്നത് ഹോൾ നമ്പർ അല്ലെങ്കിൽ അഖണ്ഡ സംഖ്യകൾ. ഹോൾ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ നാച്ചുറൽ നമ്പേഴ്സ് തന്നെയാണ്. നാച്ചുറൽ നമ്പേഴ്സ് ഇൻക്ലൂഡിങ് 0, അതാണ് ഹോൾ നമ്പേഴ്സ്. ഹോൾ നമ്പേഴ്സിനെ നമ്മൾ W എന്നാണ് ഡിനോട്ട് ചെയ്യാം. നാച്ചുറൽ നമ്പേഴ്സിന്റെ കൂടെ എന്നിന്റെ കൂടെ ഒരു 0 കൂടി ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് ഹോൾ നമ്പേഴ്സ് ആയി. അതായത് 0, 1, 2 എന്നിങ്ങനെ തുടങ്ങി ഇൻഫിനിറ്റി വരെ. നാച്ചുറൽ നമ്പേഴ്സിന്റെ കൂടെ 0 കൂടി ചേർത്ത് കഴിഞ്ഞാൽ അതിനെ നമ്മൾ ഹോൾ നമ്പേഴ്സ് അല്ലെങ്കിൽ അഖണ്ഡ സംഖ്യകൾ എന്നാണ് പറയാം. അപ്പോൾ ഈ അഖണ്ഡ സംഖ്യകളുടെ എണ്ണം ചോദിക്കുകയാണെങ്കിൽ എങ്ങനെ പറയും? ഇപ്പോൾ 10 വരെയുള്ള അഖണ്ഡ സംഖ്യകളുടെ എണ്ണം ചോദിക്കുകയാണെങ്കിൽ എങ്ങനെ എഴുതാം? 0 മുതൽ 1, 2, 3 എന്ന് തുടങ്ങി 10 വരെ എഴുതുമ്പോൾ അതിൽ എത്ര അഖണ്ഡ സംഖ്യകൾ അല്ലെങ്കിൽ എത്ര ഹോൾ നമ്പർ ഉണ്ടായിരിക്കും? 1 മുതൽ 10 വരെ 10 സംഖ്യകൾ ഉണ്ടായിരിക്കും. അതിന്റെ കൂടെ 0 കൂടി ചേർത്ത് അപ്പൊ സംഖ്യകളുടെ എണ്ണം എത്രയായിരിക്കും? എണ്ണം നമുക്ക് 11 എന്ന് കിട്ടും. അതായത് 0 മുതൽ 10 വരെയുള്ള അഖണ്ഡ സംഖ്യകളുടെ എണ്ണം അല്ലെങ്കിൽ ഹോൾ നമ്പേഴ്സിന്റെ എണ്ണം എന്ന് പറയുന്നത് 11 ആണ്. 20 വരെയാണെങ്കിൽ 21. അതായത് അഖണ്ഡ സംഖ്യകളുടെ അല്ലെങ്കിൽ ഹോൾ നമ്പേഴ്സിന്റെ എണ്ണം ചോദിച്ചിട്ടുണ്ടെങ്കിൽ n+1 ആയിട്ടാണ് നമ്മൾ പറയാം. അങ്ങനെയാണെങ്കിൽ ഇനി 10ാമത്തെ സംഖ്യ ചോദിക്കുകയാണെങ്കിലോ n-1 ചെയ്യണം. അതായത് ഇപ്പൊ 0 മുതൽ 10 വരെയുള്ള ഹോൾ നമ്പേഴ്സിൽ 11 സംഖ്യകളുണ്ട് പറഞ്ഞു അല്ലെ. അപ്പൊ ഈ 10ാമത്തെ സംഖ്യ എന്ന് പറയുന്നത് 10നേക്കാട്ടിലും 1 കുറവായിരിക്കില്ലേ? 9 ആയിരിക്കും 10ാമത്തെ സംഖ്യ അല്ലെ. അതായത് 10ാമത്തെ സംഖ്യ ചോദിക്കുകയാണെങ്കിൽ അത് n-1 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 9. അതുപോലെ 20ാമത്തെ സംഖ്യ ചോദിക്കുകയാണെങ്കിൽ 19 ആയിരിക്കും ഈ 20ാമത്തെ ഹോൾ നമ്പർ. അതുപോലെ 100ാമത്തെ ഹോൾ നമ്പർ എന്ന് പറയുന്നത് 99 ആണ്. തുടർച്ചയായ 100 ഹോൾ നമ്പേഴ്സിൽ എത്ര ഹോൾ നമ്പേഴ്സ് ഉണ്ടാവും എന്ന് ചോദിച്ചാൽ 101 ഹോൾ നമ്പേഴ്സ് ഉണ്ടാവും. 100ാമത്തെ സംഖ്യ ഏതാണെന്ന് ചോദിച്ചാൽ അത് 99 ആയിരിക്കും. ക്ലിയർ ആയല്ലോ? ഇനി ഇതിന്റെ തുക കാണാനുള്ള ഇക്വേഷൻ, തുടർച്ചയായ n ഹോൾ നമ്പേഴ്സിന്റെ തുക കാണാനുള്ള ഇക്വേഷൻ n × n-1/2 ആണ്. ക്ലിയർ ആയല്ലോ? ഇനി അടുത്തത്
പൂർണ്ണസംഖ്യകൾ അഥവാ ഇൻഡിജേഴ്സ്. എന്താണ് പൂർണ്ണസംഖ്യകൾ? ഇപ്പൊ നമ്മൾ പറഞ്ഞ അഖണ്ഡ സംഖ്യകൾ അഥവാ ഹോൾ നമ്പേഴ്സ്, അതായത് 0 മുതൽ ഇൻഫിനിറ്റി വരെയുള്ള സംഖ്യകളും അതിൻ്റെയൊക്കെ നെഗറ്റീവ് സംഖ്യകളും കൂടിയതാണ് പൂർണ്ണസംഖ്യകൾ. അതായത് ഇവിടെ നെഗറ്റീവ് ഇൻഫിനിറ്റി മുതൽ പോസിറ്റീവ് ഇൻഫിനിറ്റി വരെയാണ് വരുന്നത്. എന്നാണ് ഈ ഇൻഡിജേഴ്സിന് പൂർണ്ണസംഖ്യകളെ ഡിനോട്ട് ചെയ്യുന്നത്. അതായത് അത് നെഗറ്റീവ് ഇൻഫിനിറ്റി മുതൽ എക്സെട്ര -3, -2, -1, 0, 1, 2, 3 എക്സെട്ര ഇൻഫിനിറ്റി. അതായത് ഈ നമ്മൾ നേരത്തെ പറഞ്ഞ അഖണ്ഡ സംഖ്യകളും അതിൻ്റെ നെഗറ്റീവ് നമ്പേഴ്സും കൂടിയതാണ് ഇൻഡിജേഴ്സ് അഥവാ പൂർണ്ണസംഖ്യകൾ എന്ന് പറയുന്നത്. അടുത്തത് റിയൽ നമ്പേഴ്സ് അഥവാ രേഖീയ സംഖ്യകൾ. എല്ലാ നമ്പേഴ്സും ഉൾക്കൊള്ളുന്ന സംഖ്യകളാണ് റിയൽ നമ്പേഴ്സ് അഥവാ രേഖീയ സംഖ്യകൾ എന്ന് പറയുന്നത്. അതായത് നാച്ചുറൽ നമ്പേഴ്സ്, ഡെസിമൽസ്, ഫ്രാക്ഷൻസ് എല്ലാം ഇതിൽ ഇൻക്ലൂഡഡ് ആണ്. ഇതിനെ നമ്മൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്: റാഷണൽ ആൻഡ് ഇർറാഷണൽ. റാഷണൽ എന്ന് പറഞ്ഞാൽ ഭിന്നകങ്ങൾ, ഇർറാഷണൽ എന്ന് പറഞ്ഞാൽ അഭിന്നകങ്ങൾ. അപ്പൊ റാഷണൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? P/Q എന്ന ഫോമിൽ നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ പറ്റുന്ന നമ്പേഴ്സിനെയാണ് നമ്മൾ ഭിന്നകങ്ങൾ അഥവാ റാഷണൽ നമ്പേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഇതില് ഈ പിയും ക്യൂവും രണ്ട് സംഖ്യകളായിരിക്കും, അവ ഇൻറ്റിജേഴ്സ് ആയിരിക്കും. അതുപോലെ ക്യൂ 0 ആവാനും പാടില്ല. ഈ പിയും ക്യൂവും ഇൻറ്റിജേഴ്സ് ആയിരിക്കും, അതായത് പൂർണ്ണസംഖ്യകളായിരിക്കും. അതുപോലെ ക്യൂ നോട്ട് ഈക്വൽ ടു 0. അംശവും ഛേദവും 0 കഴിഞ്ഞാൽ നോട്ട് ഡിഫൈൻഡ് ആണ് അല്ലെ. ഇൻറ്റിജേഴ്സിനെയും അതുപോലെ ഭിന്നസംഖ്യകൾ ഫ്രാക്ഷൻസിനെയും നമുക്ക് റാഷണൽ നമ്പേഴ്സ് എന്ന് പറയാം, ഭിന്നകങ്ങളാണെന്ന് പറയാം. ഫോർ എക്സാമ്പിൾ 1/2, 1/2, 3/4 ഇവയെല്ലാം ഭിന്നകങ്ങളാണ്, അതായത് റാഷണൽ നമ്പേഴ്സ് ആണ്. ഈ 1ഉം 2ഉം അതുപോലെ 3ഉം 4ഉം ഒക്കെ ഇൻറ്റിജേഴ്സ് ആണ്, അതായത് പൂർണ്ണസംഖ്യകളാണ്. ഇനി നമുക്ക് 1/0 അല്ലെങ്കിൽ 2/0 ഇങ്ങനെ എഴുതാൻ പറ്റില്ല, അതായത് ക്യൂ നോട്ട് ഈക്വൽ ടു 0 ആവണം. അപ്പൊ നമുക്ക് ഈ നാച്ചുറൽ നമ്പേഴ്സിനെ, അതായത് നിസർഗ സംഖ്യകളെയും എണ്ണൽ സംഖ്യകളെയും അതുപോലെ അഖണ്ഡ സംഖ്യകളെയൊക്കെ നമുക്ക് ഭിന്നകങ്ങൾ എന്ന് പറയാൻ പറ്റുമോ? പറ്റും. കാരണം ഇവിടെ 1, 2, 3, 4 എന്നിങ്ങനെ എഴുതുമ്പോൾ അതിനെ ഈ P/Q ഫോമിൽ എഴുതാം. നമുക്ക് 2 ആണെങ്കിൽ 2/1 എന്ന് എഴുതിയാലും അതിന്റെ വാല്യൂവിന് ഒരു വ്യത്യാസവും വരില്ല, അതിന്റെ വിലയ്ക്ക് ഒരു വ്യത്യാസവും വരില്ല. 2/1, 3/1 എന്നിങ്ങനെ എഴുതുമ്പോൾ 2, 3 എന്ന് തന്നെയാണ് നമുക്ക് കിട്ടുന്നത് അല്ലെ. അതുകൊണ്ട് ഈ അഖണ്ഡ സംഖ്യകളെയും നിസർഗ സംഖ്യകളെയും എല്ലാം ഭിന്നകങ്ങളാണെന്ന് നമുക്ക് പറയാം. അടുത്തത് ഇർറാഷണൽ നമ്പേഴ്സ് അഥവാ അഭിന്നകങ്ങൾ എന്ന് പറഞ്ഞാൽ P/Q ഫോമിൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റാത്ത സംഖ്യകളാണ്. ഈവൻ ക്യൂ നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിൽ പോലും നമുക്കതിനെ P/Q ഫോമിൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റില്ല. എക്സാമ്പിള് √3, √2 ഇതൊക്കെ ഇർറാഷണൽ നമ്പേഴ്സിന്, അഭിന്നകങ്ങൾക്ക് എക്സാമ്പിളാണ്. ദശാംശ സംഖ്യകളാണ് ഇവയുടെ വാല്യൂസ്. പോയിന്റ് വരുന്ന സംഖ്യകളായിരിക്കും. പോയിന്റിന് ശേഷമുള്ള ഈ സംഖ്യകൾ അവസാനിക്കുകയില്ല അല്ലെ. ഇങ്ങനെയുള്ള സംഖ്യകളാണ് ഇർറാഷണൽ നമ്പേഴ്സ്. ഇപ്പോൾ √2ന്റെ വാല്യൂ എത്രയാണ്? 1.72 ഇങ്ങനെ പോവും അല്ലെ. 1.72 ഇങ്ങനെ നീണ്ടു പോവും. പോയിന്റിന് ശേഷമുള്ള സംഖ്യകൾ ഇവിടെ അവസാനിക്കുന്നില്ല. അതാണ് നമുക്കതിനെ ഭിന്നകങ്ങൾ P/Q ഫോമിൽ എഴുതാൻ പറ്റാത്തത്. അത് എല്ലാ ദശാംശ സംഖ്യകളും അഭിന്നകങ്ങളല്ല. ഇപ്പോൾ 2.5 എന്നൊരു സംഖ്യയെ നമുക്ക് 5/2 എന്ന് എഴുതാം അല്ലെ. അതുപോലെ പോയിന്റിന് ശേഷം സംഖ്യകൾ അവസാനിക്കുന്നുണ്ടെങ്കിൽ 1, 2, 3 സംഖ്യകൾ മാത്രമാണ് പോയിന്റിന് ശേഷം വരുന്നതെങ്കിൽ അവയെ നമുക്ക് P/Q ഫോമിൽ എഴുതാം, അവ ഭിന്നകങ്ങളാണ്. പോയിന്റിന് ശേഷം സംഖ്യകൾ അവസാനിക്കുന്നില്ല എങ്കിൽ മാത്രമാണ് നമുക്കതിനെ P/Q ഫോമിൽ എഴുതാൻ പറ്റാത്തത്. അപ്പോൾ ഈ സംഖ്യകളെയാണ് നമ്മൾ P/Q ഫോമിൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റാത്ത സംഖ്യകളെയാണ് നമ്മൾ അഭിന്നകങ്ങൾ അഥവാ ഇർറാഷണൽ നമ്പേഴ്സ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് നമുക്ക് പ്രൈം നമ്പേഴ്സ് അഥവാ അഭാജ്യ സംഖ്യകൾ.
അഭാജ്യ സംഖ്യകൾ എന്ന് കേൾക്കുമ്പോൾ തന്നെ അറിയാം നമുക്ക് വിഭജിക്കാൻ പറ്റാത്ത സംഖ്യകളെയാണ് നമ്മൾ പ്രൈം നമ്പേഴ്സ് അഥവാ അഭാജ്യ സംഖ്യകൾ എന്ന് പറയുന്നത്. അതായത് ഒരു സംഖ്യയ്ക്ക് ആ സംഖ്യയും ഒന്നും അല്ലാതെ മറ്റ് ഫാക്ടേഴ്സ് അല്ലെങ്കിൽ മറ്റ് ഘടകങ്ങളൊന്നും ഇല്ലെങ്കിൽ ആ സംഖ്യകളെയാണ് നമ്മൾ പ്രൈം നമ്പേഴ്സ് അഥവാ അഭാജ്യ സംഖ്യകൾ എന്ന് പറയുന്നത്. അതായത് ഈ ഒരു നമ്പറിനെ ആ സംഖ്യ കൊണ്ടും ഒന്നുകൊണ്ടും അല്ലാതെ മറ്റൊരു സംഖ്യ കൊണ്ടും അതിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. ഒന്നുകൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് അതേ സംഖ്യ തന്നെയാണ് കിട്ടുക. അപ്പോൾ ഒരു സംഖ്യയെ ആ സംഖ്യ കൊണ്ടല്ലാതെ മറ്റൊരു സംഖ്യ കൊണ്ടും നിശേഷം ഹരിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ആ സംഖ്യകൾ പ്രൈം നമ്പേഴ്സ് ആണ്. നമ്മുടെ പ്രൈം നമ്പേഴ്സ് ഏതൊക്കെയാണ്? 2, 3, 5, 7, 11, 13, 17 ഇങ്ങനെ പോകുന്നു അല്ലെ. ഇതിന്റെയൊക്കെ ഫാക്ടേഴ്സ് നോക്കൂ, ഘടകങ്ങൾ നോക്കൂ. ഈ നമ്പേഴ്സിനൊക്കെ ഈ നമ്പറും ഒന്നുമല്ലാതെ മറ്റ് സംഖ്യകളൊന്നും ഫാക്ടേഴ്സ് ആയിട്ട് വരുന്നില്ല അല്ലെ. ഇപ്പൊ 2നെ നമുക്ക് 2 × 1 എന്ന് എഴുതാം അല്ലെ. 3നെ 3 × 1 എന്ന് എഴുതാം. 5നെയോ 5 × 1 എന്ന് എഴുതാം. 7നെയും 7 × 1 എന്ന് എഴുതാം അല്ലെ. ഈ സംഖ്യകൾക്കൊന്നും വേറൊരു സംഖ്യ ഇപ്പൊ നമ്മൾ 4 എടുത്തു കഴിഞ്ഞാൽ 2 × 2 എന്ന് എഴുതിയാൽ നമുക്ക് 4 എന്ന് ആൻസർ കിട്ടും. അതുപോലെ 4 × 1 എന്ന് എഴുതിയാലും 4 എന്ന് ആൻസർ കിട്ടും. പക്ഷെ ഈ എഴുതിയിരിക്കുന്ന സംഖ്യകൾക്കൊന്നും അങ്ങനെ മറ്റ് സംഖ്യകൾ ഘടകങ്ങളായിട്ട് വരില്ല. ഇപ്പൊ ഇവിടെ 17 ആണെങ്കിൽ 17 × 1 ഇത് മാത്രമേ എഴുതാൻ പറ്റുള്ളൂ. വേറെ ഏതൊരു 2 സംഖ്യകൾ തമ്മിൽ ഗുണിച്ചാലും നമുക്ക് 17 ആൻസർ കിട്ടില്ല. അപ്പൊ ഈ 17ന്റെ 2 ഘടകങ്ങൾ എന്ന് പറയുന്നത് 17ഉം 1ഉം മാത്രമായിരിക്കും. ഇങ്ങനെ അതേ സംഖ്യയും 1ഉം മാത്രം ഘടകമായിട്ട് വരുന്ന സംഖ്യകളാണ് പ്രൈം നമ്പേഴ്സ് അഥവാ അഭാജ്യ സംഖ്യകൾ എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ? അതുപോലെ 2 മാത്രമാണ് നമുക്ക് പ്രൈം നമ്പേഴ്സിൽ വരുന്ന ഏക ഇരട്ട സംഖ്യ അഥവാ ഈവൻ നമ്പർ എന്ന് പറയുന്നത്. ഇവിടെ 2 ഈ എഴുതിയിരിക്കുന്ന സംഖ്യകൾ തന്നെ നോക്കും. ഇതിലെ ഈ 2 മാത്രമാണ് നമുക്ക് ഇരട്ട സംഖ്യയായിട്ട് വരുന്നത്. 2 മാത്രമാണ് പ്രൈം നമ്പേഴ്സിൽ വരുന്ന ഏക ഈവൻ നമ്പർ അഥവാ ഇരട്ട സംഖ്യ. ബാക്കി എല്ലാം ഓഡ് നമ്പേഴ്സ് തന്നെയായിരിക്കും, ഒറ്റ സംഖ്യകളായിരിക്കും. അതുപോലെ എല്ലാ ഓഡ് നമ്പേഴ്സും പ്രൈം നമ്പർ ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇവിടെ 9, 15 ഒക്കെ ഇല്ല. 9ന് നമുക്ക് 3 × 3 എന്ന് എഴുതാം. അതുപോലെ 9 × 1 എന്ന് എഴുതാം. 3ഉം 9ഉം 1ഉം ഇവിടെ ഫാക്ടർ ആയിട്ട് വരുന്നുണ്ട്. അതുപോലെ 15ന് 3 × 5, 15 × 1 ഇങ്ങനെ എഴുതാം അല്ലെ. ഇവിടെ 3ഉം 5ഉം 15ഉം 1ഉം ഒക്കെ ഫാക്ടർ ആയിട്ട് വരുന്നുണ്ട്. അപ്പൊ എല്ലാ ഒറ്റ സംഖ്യകളും നമ്മൾ പ്രൈം നമ്പർ ആണെന്ന്, എല്ലാ ഒറ്റ സംഖ്യകളെയും നമ്മൾ അഭാജ്യ സംഖ്യകളാണെന്ന് പറയാൻ പറ്റില്ല. അതുപോലെ 2 മാത്രമാണ് ആകെ അഭാജ്യ സംഖ്യയായിട്ടുള്ള ഇരട്ട സംഖ്യ എന്ന് പറയുന്നത് 2 മാത്രം. 1 മുതൽ 100 വരെ നമുക്ക് 25 അഭാജ്യ സംഖ്യകളാണുള്ളത്. അതാണ് തന്നിരിക്കുന്നത്. 1 മുതൽ 100 വരെയുള്ളതിൽ ഏറ്റവും വലിയ അഭാജ്യ സംഖ്യ 97 ആണ്. ചെറിയ അഭാജ്യ സംഖ്യ 2 ആണ്. അടുത്ത് നമുക്ക് കോമ്പോസിറ്റ് നമ്പേഴ്സ് അഥവാ ഭാജ്യസംഖ്യകൾ. ഭാജ്യസംഖ്യകൾ എന്ന് പറഞ്ഞാൽ പ്രൈം നമ്പേഴ്സിന് അഭാജ്യ സംഖ്യകൾക്ക് നേരെ ഓപ്പോസിറ്റ് ആണ് ഭാജ്യസംഖ്യകളും. പ്രൈം നമ്പർ അല്ലാത്ത എല്ലാ നമ്പേഴ്സും കോമ്പോസിറ്റ് നമ്പേഴ്സിൽ പെടും. ഒന്നും ആ സംഖ്യയും മാത്രം ഘടകങ്ങളായ സംഖ്യകളാണ് പ്രൈം നമ്പേഴ്സ് എന്ന് പറഞ്ഞു അല്ലെ. എന്നാൽ ഒന്നിൽ കൂടുതൽ ഘടകങ്ങളുള്ള സംഖ്യകളെല്ലാം കോമ്പോസിറ്റ് നമ്പേഴ്സ് ആണ്. 4, 6, 8, 9, 10 ഇവയെല്ലാം കോമ്പോസിറ്റ് നമ്പേഴ്സ് ആണ്. ഇങ്ങനെ തുടങ്ങി ഒരുപാട് നമ്പേഴ്സ് ഉണ്ട്. പ്രൈം നമ്പേഴ്സ് അല്ലാത്ത സംഖ്യകളൊക്കെ കോമ്പോസിറ്റ് നമ്പേഴ്സ് ആണ്. ഇനി അടുത്തത് നമുക്ക് ഫ്രാക്ഷൻസ് അഥവാ ഭിന്നസംഖ്യകൾ. a/b എന്ന ഫോമിൽ എഴുതുന്ന സംഖ്യകളെയാണ് നമ്മൾ ഫ്രാക്ഷൻസ് എന്ന് പറയാം. ഏതെങ്കിലും 2 സംഖ്യകൾ തമ്മിലുള്ള അംശബന്ധം കാണിക്കാനോ അല്ലെങ്കിൽ ഡിവിഷൻ, ഏതെങ്കിലും 2 സംഖ്യകൾ ഒരു സംഖ്യയെ മറ്റൊരു സംഖ്യ കൊണ്ട് ഡിവൈഡ് ചെയ്യാനോ ഹരിക്കാനോ ഒക്കെയാണ് നമ്മൾ ഫ്രാക്ഷൻസ് എഴുതുന്നത് അല്ലെ. ഇവ രണ്ടും എയും ബിയും ഇവിടെ ഇൻറ്റിജേഴ്സ് ആയിരിക്കും, അതായത് പൂർണ്ണ സംഖ്യകളായിരിക്കും. അതുപോലെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അടിയിൽ വരുന്ന ഛേദം നോട്ട് ഈക്വൽ ടു ബി നോട്ട് ഈക്വൽ ടു 0 ആയിരിക്കണം. അതായത് 0 കൊണ്ട് ഡിവിഷൻ നമുക്ക് നോട്ട് ഡിഫൈൻഡ് ആണ് അല്ലെ. ഇവിടെ എ എന്ന് പറയുന്നത് എന്താണ്? ന്യൂമറേറ്റർ ആണ്.
എ എന്ന് പറയുന്നത് ന്യൂമറേറ്റർ ആണ് അല്ലെങ്കിൽ അംശമാണ്. ന്യൂമറേറ്റർ അഥവാ അംശം എന്ന് പറയും. ബിനെ എന്ത് പറയും? ഡിനോമിനേറ്റർ അഥവാ ഛേദം എന്ന് പറയും. ഡിനോമിനേറ്റർ അഥവാ ഛേദം എന്നാണ് പറയാം. ഫ്രാക്ഷൻസിനെ കുറിച്ചൊക്കെ നമുക്ക് ഒരുപാട് പഠിക്കാനുണ്ട്. ഇപ്പൊ ബേസിക് ആയിട്ട് ഫ്രാക്ഷൻസ് എന്താണെന്ന് മാത്രം നമുക്ക് പറയാം. കൂടുതൽ കാര്യങ്ങൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ പറയാം. ഡെസിമൽസ് അഥവാ ദശാംശം. ഏതെങ്കിലും ഒരു സംഖ്യയ്ക്ക് ശേഷം, ഒരു ഇൻറ്റിജറിന് ശേഷം പോയിന്റ് ഇട്ട്, അതായത് ദശാംശം ഇട്ട് 0 മുതൽ 9 വരെ നമ്പേഴ്സ് എഴുതുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ ഡെസിമൽസ് എന്ന് പറയാം. അല്ലെ, ഇപ്പൊ 0 എഴുതി, 0.528, 0.652 ഇങ്ങനെ എഴുതുന്ന സംഖ്യകളെയാണ് നമ്മൾ ദശാംശം അഥവാ ഡെസിമൽസ് എന്ന് പറയാം. അടുത്തത് ഭിന്നസംഖ്യകളുടെ ഈ ഫ്രാക്ഷൻസിന്റെ കൂട്ടത്തിൽ തന്നെ പെട്ടതാണെന്ന് മിശ്ര ഭിന്നം അഥവാ മിക്സ്ഡ് ഫ്രാക്ഷൻസ്. അതെന്താണ്? ഒരു ഹോൾ നമ്പറും അതിൻ്റെ കൂടെ ഒരു ഫ്രാക്ഷനും കൂടി ചേർന്നതാണ് മിശ്രഭിന്നം അഥവാ മിക്സ്ഡ് ഫ്രാക്ഷൻ എന്ന് പറയുന്നത്. ഇപ്പം ഒരു ഹോൾ നമ്പർ എന്ന് പറഞ്ഞാൽ 0 മുതൽ ഇൻഫിനിറ്റി വരെയുള്ള സംഖ്യകളും 4, 3/5 ആ ഒരു ഹോൾ നമ്പറിന്റെ കൂടെ ഒരു ഫ്രാക്ഷനും കൂടി a/b എന്ന ഫോമിലുള്ള ഒരു ഫ്രാക്ഷനും കൂടി ചേർന്നതാണ് നമ്മൾ മിശ്രഭിന്നം അഥവാ മിക്സ്ഡ് ഫ്രാക്ഷൻ അല്ലെങ്കിൽ മിക്സ്ഡ് നമ്പർ എന്നൊക്കെ പറയുന്നത്. ഇതിനെ നമുക്ക് ഈ 4, 3/5 എന്നാണ് ഇതിനെ വായിക്കുക. 4, 3/5 നമുക്ക് 4 + 3/5 എന്ന് എഴുതാം. ഒരു ഹോൾ നമ്പറും അതുപോലെ ഒരു ഫ്രാക്ഷനും കൂടി കൂട്ടി എഴുതിയതാണ് മിശ്രഭിന്നം അഥവാ മിക്സ്ഡ് ഫ്രാക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയാണ് നമുക്ക് നമ്പേഴ്സിനെ കുറിച്ച് പഠിക്കാനുള്ളത്. ഓരോ നമ്പേഴ്സിനും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. അത് നമുക്ക് മറ്റൊരു വീഡിയോയിൽ ചെയ്യാം. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യാം. താങ്ക്